ആന്ധ്രാദ്വീപിലെ തന്നെ ഒരു ആശാരിയുടെ കരവിരുതാണ് ഈ കാണുന്നത്. അദ്ദേഹം ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ച് അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങൾ ചിലവഴിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അത്ഭുതകരമായി നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൊത്തുപണികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് എത്രയോ വർഷമായി, അത് കറക്റ്റ് നമുക്കതിൻ്റെ ആ വർഷം അവൈലബിൾ അല്ല, കാണുന്നില്ല. എന്തായാലും ഇതിങ്ങനെ നിലനിർത്തുക എന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് ഇനി പുനർനിർമ്മിച്ചാലും ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുകയും ഇതിൻ്റെ അതേ പാറ്റേണിലേക്ക് ഈ മസ്ജിദിനെ നമ്മൾ കൊണ്ടുവരികയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ഇനിയിപ്പോൾ ഈ പള്ളിയിലേക്ക് പുതിയ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം താമസിയാതെ തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കും. ഇൻഷാ അല്ലാഹ് അതിന് നമുക്ക് ഫിനാൻഷ്യലായിട്ട് വലിയ ഒരു ബാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിനെ പറ്റിയ ആളുകൾ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നമ്മുടെ പള്ളിയുടെ വേഗത്തിലുള്ള നിർമ്മാണത്തിന് സാധിക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എന്തായാലും വലിയ തോതിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന